ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ വാനില കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 കേക്ക് 7 മുട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വാനില വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇനി വാനില കേക്കിലേക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ക്രഷൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വേറെ ഫില്ലിംഗ് ഒന്നും ഇതിലേക്കില്ല. ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ക്രഷ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മൊത്തത്തിൽ ഒരു 5 ലെയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യവും കേക്ക് വെച്ച് കൊടുത്ത് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് കറക്റ്റ് ആ ഒരു സൈഡിലേക്കൊന്നും തള്ളി നിൽക്കാതെ തന്നെ നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്യൂവർ കട്ട് ചെയ്തിട്ട് ഒരു 3 സ്ക്യൂവർ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബ്ലൂ കളറിലുള്ള വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുറച്ച് മാത്രം ക്രീം എടുത്തിട്ട് കുറച്ച് ബ്ലൂ നന്നായിട്ട് ചേർത്തിട്ട് ഇതുപോലെ താഴെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കളർ കിട്ടും. അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് മൊത്തത്തിൽ കൂടുതൽ കളർ ആവുകയില്ല. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രഷ് വെച്ചിട്ടാണ് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസറ്റ് പൈപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ വിൽട്ടൻ്റെ 1B നോസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വൈറ്റ് ക്രീമും ബ്ലൂ ക്രീമും പിന്നെ കുറച്ച് ബ്ലൂ കളർ കൂടി ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലായിട്ട് ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിലേക്ക് താഴെ ബോർഡർ കൊടുക്കുന്നതിനായിട്ട് നോസിലൊന്നും ഇടാതെ തന്നെ പൈപ്പിംഗ് ബാഗിൽ വെറുതെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടാണ് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നത്. ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ വെക്കുന്നതിന് മുമ്പായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എൽസയുടെ പിക്ചർ ഇതുപോലെ ഫോട്ടോ പ്രിൻ്റായിട്ടാണ് നമ്മൾ പേപ്പറിലൊക്കെ സാധാരണ പ്രിൻ്റ് എടുക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ഫോണിലൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ നേരിട്ട് പേപ്പർ കേക്കിലേക്ക് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയിട്ട് അതിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് CMC പൗഡർ ചേർത്തിട്ട് ഫോണ്ടൻ്റ് ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലൗഡ്സിൻ്റെ കട്ടർ വെച്ചിട്ട് ഇതുപോലെ 2 ക്ലൗഡ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അത് പേരെഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോപ്സിക്കിളിൻ്റെ ഒരു സ്റ്റിക്കും കുത്തി കൊടുത്തിട്ട് അതിലേക്ക് പേരും എഴുതുന്നുണ്ട്. ഇനി ഒരു എൽസയുടെ പിക്ചർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡൊക്കെ നന്നായിട്ട് ലെവലാക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡിൽ വെക്കാനായതുകൊണ്ട് ഫോണ്ടൻറ്റ് ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കേക്കിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം ഈ ഒരു എൽസയുടെ പിക്ചറൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ പിക്ചർ ഒന്ന് ഈ ഒരു ഫോണ്ടൻറ്റിലേക്ക് സ്റ്റിക്ക് ആക്കാനായിട്ട് ഞാനിവിടെ എഡിബിൾ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് CMC പൗഡറും കുറച്ച് വെള്ളത്തോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അത് സ്റ്റിക്കാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്നോ ഫ്ലേക്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കട്ടർ എടുത്തിട്ടുണ്ട്.
ഫോണ്ടൻറ്റ് കനം കുറച്ച് പരത്തിയിട്ട് ഇതുപോലെ കട്ടറിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 3 സൈസിൽ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡെക്കറേഷൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഡെക്കറേഷനൊന്നും. ഒരുപാട് സ്റ്റിഫായിട്ട് ഈ ഒരു ഡെക്കറേഷനൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കിത് കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പേരെഴുതിയിട്ടുള്ളതിൻ്റെ മുകളിലായിട്ടും ഒരു ചെറിയ സ്നോഫ്ലേക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്രഷ് വെച്ചിട്ടാണ് പേരെഴുതിയിട്ടുള്ളത്. കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഈ ഓരോ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എൽസയുടെ ഫോട്ടോ ഇതുപോലെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1-2 മണിക്കൂർ മാത്രം ഡ്രൈ ആക്കി എടുത്താൽ മതി. സ്നോഫ്ലേക്സ് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസ് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ കളറായിട്ടുള്ള ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം. പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്